ദുബായിലേക്ക് പോകാം. അതെ, ദുബായിൽ നിന്ന് നേരത്തെ ഒരു കോളർ കൃഷ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദുബായിൽ എവിടെയാണെന്ന് നമ്മൾ ചോദിച്ചില്ല. ഇപ്പം നമുക്ക് ദുബായിലെ ബർദുബായ്, അതായത് മലയാളികൾ ഏറ്റവും അധികമുള്ള ദുബായിലെ ഒരു പ്രദേശം തന്നെയാണ് ബർദുബായ്. അവിടുത്തെ തിരക്കേറിയ ഒരു തെരുവിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ഈ തെരുവ് പ്രവാസികൾക്കിടയിൽ നിരവധി കാര്യങ്ങൾക്ക് പ്രശസ്തമാണ്. അതിൽ പ്രത്യേകിച്ച് ഭക്ഷണം, അതായത് നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണങ്ങളുണ്ടല്ലോ. പക്കാവട തെരുവ്, സമൂസ ഗല്ലി എന്നൊക്കെയാണ് ഈ തെരുവിനെ വിളിക്കുന്നത്. നല്ല ചൂടുള്ള പക്കാവടയും സമോസയും ഒക്കെ കഴിക്കാനായി വൈകുന്നേരങ്ങളിൽ വൻ തിരക്കാണ് അവിടെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അരുൺ പാറാട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇവിടുത്തെ സമൂസ ഗള്ളിയിലേക്കാണ്. അവിടെ എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് ബർദുബായിലാണ്. ഈ ബർദുബായെ പറ്റി അറിയാത്തവരും ഇവിടെ വരാത്തവരും യുഎയിൽ ആരും ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്. ദുബായിയുടെ ഹൃദയഭാഗമാണ് ഈ ഒരു ബർദുബായ്. ഇവിടെ ഈ ചുണ്ണാമ്പ് കല്ലുകൾ തീർത്ത ഭിത്തികൾക്കരികെ, പഴയ കച്ചവട സ്ഥാപനങ്ങൾക്കരികെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ ഒരു തെരുവ്, ഇതൊരു വളരെ വ്യത്യസ്തമായ തെരുവാണ്. ദുബായിൽ പക്കാവട തെരുവ് അല്ലെങ്കിൽ സമൂസ തെരുവ് എന്നാണ് ഈ ഒരു തെരുവ്, എൻ്റെ പുറകിൽ കാണുന്ന ഈ തെരുവ് അറിയപ്പെടുന്നത്. ഇതിന് ഇങ്ങനൊരു പേര് ലഭിക്കാനുള്ള കാരണമുണ്ട്. അതെന്താണെന്നോ? അതൊരു വലിയ കഥയാണ്. പറഞ്ഞുതരാം. വർഷങ്ങൾ ഒത്തിരി പുറകിലേക്ക് പോകണം. 1960കളിലാണ് തിരൂരുകാരായ ബാപ്പുട്ടി, സെയ്താലി എന്നീ രണ്ടുപേർ തുടങ്ങിയ സ്ഥാപനങ്ങളാണിവ. അന്ന് എന്ത് വിൽക്കുമെന്ന ചിന്തയിൽ നിന്നാണ് സമൂസ പോലെയുള്ള ചെറുപലഹാരങ്ങൾ നൽകാമെന്ന് ഉറപ്പിച്ചത്. പിന്നീട് ഇത്തരത്തിലുള്ള വേറെയും കടകൾ ഈ തെരുവിൽ വന്നു. അങ്ങനെ ഈ തെരുവിന് സമൂസ ഗല്ലി, പക്കാവട തെരുവ് എന്നെല്ലാമുള്ള പേര് വീണു. ഇന്നും പ്രവാസികൾക്കിടയിൽ ഈ സ്ഥലം ആ പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇതിലുള്ള കമാരോ തുടങ്ങിയതാണ്. അവർ രണ്ടാളും മരണപ്പെട്ട് ഇപ്പോഴും കച്ചവടം മക്കളായിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കച്ചവടം സമൂഹത്തിൽ പക്കോടെ തന്നെ അന്നും ഇന്നും. ഇതിപ്പോൾ 55 വർഷമായി തുടങ്ങിയിട്ട്. എല്ലാ ഇംഗ്ലീഷുകാർ, യൂറോപ്പുകാർ, മറ്റേ ആഫ്രിക്കക്കാർ, ഇന്ത്യക്കാർ, നോർത്ത് വെസ്റ്റ് എല്ലാം വരും. എല്ലാ നാട്ടുകാരും വരും. ആളുകൾ ഈ സമൂസയും ചായയും വൈകുന്നേരങ്ങളിൽ ആസ്വദിക്കാൻ ഇവിടെ എത്താറുണ്ട്. ഈ വഴിയിലൂടെ വെറുതെ നടന്നു പോയാലും ഇതാ ഈ രീതിയിൽ പക്കവട ഇവിടുന്ന് ലഭിക്കും. ഇതെല്ലാവർക്കും ഒരാൾ ടേസ്റ്റ് കൊടുക്കാണ്ട് അവർക്ക് ഇഷ്ടപ്പെടും. ചിലപ്പോൾ അവിടെ പോയി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. തുടക്കം മുതൽ അന്ന് മുതൽ ഇട്ടാണ് ഈ ടേസ്റ്റ് കൊടുക്കല്. മണ്ണുകൊണ്ടുള്ള കപ്പിലാണ് ചായ നൽകുന്നത്. ഇത് ഒരാൾക്ക് മാത്രമേ ഈ ഒരു കപ്പിൽ നൽകുകയുള്ളൂ. വേണമെങ്കിൽ ഈ കപ്പ് വീട്ടിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇവരിതാ വേസ്റ്റിൽ കളയും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. രാത്രി 12 മണി വരെ ഈ കച്ചവടം ഇതേ രീതിയിൽ തന്നെ തകൃതിയായി നടക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇവിടുത്തെ ഈ ഒരു ആംബിയൻസിൽ ഒരു ചായയും സമൂസയും കഴിക്കുമ്പോഴൊരു സുഖം അത് അനുഭവിച്ച് തന്നെ അറിയണം. അതിനാൽ തന്നെ ഇനി ദുബായിലെത്തുമ്പോൾ പ്രവിത ശ്രദ്ധിച്ചോ, ഇവിടെ എത്തി ഇത് അനുഭവിച്ച് തന്നെ പോകണം. ദുബായിലെ സമൂസ ഗല്ലിയിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ബർദുബായിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഗല്ലിയിൽ ഞാൻ പോയിട്ടില്ല. അടുത്ത തവണ അരുൺ പാറാട്ട് അതുവഴി ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാം. അരുൺ പാറാട്ട് കൂട്ടി നമുക്ക് പോവാം.